പ്രിയന് ഞങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രിയ? നിങ്ങൾ വീണ്ടും എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ? ഞങ്ങളായിട്ട് ഇതുവരെ ഒരു കുഴപ്പത്തിലും പോയി ചാടിയിട്ടില്ല ജയന്തി. ചതിയാണെന്നറിയാതെ കുഴപ്പത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത് അതൊന്നുമല്ല. മനസ്സിലായി. ഞാൻ ഗന്ധർവനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് പാറുവിന് പിടിച്ചില്ല, അതല്ലേ കാര്യം. സോറി പാറു, ഞാൻ തമാശ പറഞ്ഞതല്ലേ. നീ ആ സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. നീ പറയുന്നൊന്നും ഇവിടെ ആരും സീരിയസ് ആയിട്ട് എടുക്കാറില്ലെന്ന് നിനക്കറിയില്ലേ സൗസവും? മോഹൻ ചേട്ടാ, അതിനെക്കുറിച്ചൊന്നും അല്ല ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. വേറെ ആരും അറിയാനും പാടില്ല. അതുകൊണ്ടാ മാറി നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരും. പറ, ഞങ്ങൾ എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടേ? ചേട്ടാ, ഈ കളിയിൽ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമല്ല, ഈ ചേട്ടനുണ്ട്. എന്നെയും പാറുവിനെയും ഗോഡൌണിൽ കുടുക്കിയത് ആരാണെന്ന് സെക്യൂരിറ്റി ചേട്ടനറിയാം. ആ ചതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സെക്യൂരിറ്റി ചേട്ടൻ വ്യക്തമായിട്ട് പറയും. എന്താ നടന്നത് ഞങ്ങൾക്കറിയണം. ചേട്ടാ, പറഞ്ഞു കൊടുക്ക. അന്ന് വൈകുന്നേരം എല്ലാവരും പോയോടാ? പാർവതിയും പ്രിയനും പോയില്ല, ബാക്കി എല്ലാവരും പോയി സാർ. ഇടയ്ക്കിടെ കർണാട് സാർ അത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയവും തോന്നിയില്ല. പിന്നെ ആലോചിച്ചപ്പോഴാ അതിന് പിന്നിൽ ഒരു ചതിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു മൂലയ്ക്ക് വെച്ചിരുന്ന വേസ്റ്റ് ബിൻ എല്ലാവരും കാണുന്ന സ്ഥലത്തേക്ക് താനെ നീങ്ങി വരില്ലല്ലോ. എന്നെ അവിടെ നിന്ന് മാറ്റാൻ കർണാട് സാറും മുക്ത മാഡവും കണ്ടുപിടിച്ച വഴിയായിരുന്നു അത്. നാളെ വരെ ഇതിവിടെ വെച്ചേക്കാനോ? സ്മെല്ലിന് കാരണം ഈ പരിസരത്തേക്ക് വരാൻ കഴിയില്ല. ഇതിപ്പോ തന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. പ്രിയനും പാർവതിയും തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടില്ലെന്ന് കർണാട് സാറിനോട് പറഞ്ഞപ്പോൾ സാർ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. പ്രിയനും പാർവതിയും തിരിച്ചു പോയില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് രണ്ടുപേരും ഈ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ 5:45. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാ. ജോലിക്കാർ വരുന്നതും പോകുന്നതൊന്നും നീ ശ്രദ്ധിക്കുന്നില്ല. ഇതാ നടന്നത്. നിങ്ങൾക്കെതിരെ അവർ തെളിവുകൾ ഉണ്ടാക്കുകയാണെന്ന് പിന്നെ ആലോചിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത്. ജോലിക്കാരത്തി മാത്രമേ അയാൾ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യാറുള്ളൂന്നാ ഞാൻ കരുതിയെ. ഒരു പെൺകുട്ടിയുടെ മാനം വെച്ച് കളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയാളെ വെറുതെ വിടാൻ പാടില്ല പ്രിയം ചേട്ടാ. അന്ന് എല്ലാവരും ചേർന്ന് രഘുവിന് കണക്കിന് കൊടുത്തില്ലേ? അതുപോലെ അയാളുടെ കുത്തിന് പിടിച്ച് കരണത്ത് മാറി മാറി അടിക്കണം. ആദ്യത്തെ അടി ഞാൻ തന്നെ അടിച്ചോളാം. സൗസു, അയാളെ കുത്തിനെ പിടിച്ച് കരണത്തടിച്ചാലും അയാൾക്ക് മാത്രമേ വേദനിക്കൂ. അയാൾ ഒറ്റയ്ക്കല്ലല്ലോ ഈ കളി കളിച്ചിരിക്കുന്നത്. അയാളും മുക്തയും ചേർന്നല്ലേ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് 2 പേർക്കും തിരിച്ചടി കൊടുക്കണം. 2 പേർക്കും വേദനിക്കണം. ഇതുപോലെ കുരുട്ടു ബുദ്ധിയായിട്ട് ഇനി അവരാരുടെ നേർക്കും ചെല്ലരുത്. ഈ കമ്പനിയിലെ പണി പോയാലും കുഴപ്പമില്ല. തൂമ്പ എടുത്ത് കിളച്ചിട്ടാണെങ്കിലും ഞാൻ ജീവിച്ചോളാം. ആ രണ്ടിനെയും എന്ത് ചെയ്യണോന്ന് പാറു പറഞ്ഞാ മതി. ഗാർമെന്റ്സ് കമ്പനി ഇത് മാത്രമല്ലല്ലോ ഈ ടൗണില്, വേറെയില്ലേ? പണി അറിയാവുന്നതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് വേറെ ജോലി കിട്ടും. പാറു പറ, ഞാൻ എന്തിനും കൂടെ ഉണ്ടാവും. പറ പാറു, എനിക്ക് പേടിയൊന്നുമില്ല. പറയാം. ഉഗ്രൻ ഐഡിയ പാറു. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? എന്താ പ്ലാൻ? ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. ജോലിക്ക് ചേർന്ന സമയത്ത് തന്നെ നീ ഇതുപോലൊരു ഐഡിയ പുറത്തെടുത്തിരുന്നെങ്കിൽ നിന്നെ കാണുമ്പോഴെല്ലാം കരിനാഗം പേടിച്ച് സല്യൂട്ട് ചെയ്തേനെ. സെക്യൂരിറ്റി ചേട്ടാ, പ്ലാൻ മനസ്സിലായല്ലോ. കൂടെ നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ. ഒരു പേടിയില്ല. മോഹൻ പറഞ്ഞ പോലെ തൂമ്പ എടുത്ത് കളയ്ക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. നിങ്ങൾക്കിതൊക്കെ അനുഭവിക്കേണ്ടുന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ടുകൂടിയാണ്. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ആദ്യ അവസാനം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ